ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. May his glorious name be glorified this morning. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാരെ, അതിഥികളെ, ദൈവജനത്തെ, ഓൺലൈനിലൂടെ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. I welcome all of you, especially the servants of God, the people who are assembled in this hall, and also the people who are watching us online to this service. ഈ ആരാധനാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for his magnificent presence here. പിടിച്ചു നിർത്താനാവാത്ത വിധത്തിലുള്ള ആത്മശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം ഇവിടെ അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. I thank God that we are enjoying that mighty, awesome presence of the Holy Spirit in this hall. നിങ്ങളിൽ എത്ര പേർ ആ ഒരു അനുഭവത്തിൽ പോകുന്നുവെന്ന് എനിക്കറിയില്ല. I don't know how many of you are experiencing that. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ നന്നായി മനസ്സിലാക്കുന്നു. But one thing I understand. Praise God. നാം ഇവിടെ ആത്മീയ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ ചില വിടുതലുകൾ ഇവിടെ സംഭവിക്കുകയായിരുന്നു. When we were singing songs, hymns here, there are certain deliverances happening here. Praise God. ആമേൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആഗ്രഹ മണ്ഡലങ്ങളിലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. And wherever you wanted deliverance, you are receiving that this morning. Praise God. ആമേൻ. ഇവിടെ നിന്ന് തുള്ളി ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് എൻ്റെ ഉള്ളം ഇപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. I really want to again jump and worship him. സകലവും ചന്തവും ഉചിതവുമായി നടക്കേണ്ടത് ആവശ്യമാകിയാൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. But because we have to do everything in order, I want to bring your attention to the word of God this morning. അതിനു മുൻപായി അതിഥികളായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ആഗ്രഹിക്കുന്നു. And before that, I want to thank God for all the guests who are here this morning. Sister Angel Thomas നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. പ്രിയ സഹോദരിക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. Sister Angel Thomas here. We thank God for her. Can you please stand up? Amen. God bless you, sister. Praise God. So രണ്ടാമതായിട്ട് നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് ആൻഡ് ഫാമിലിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for Pastor Varghese and family. മകൾ ലിസിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless all of them together. Praise God. ഇന്ന് പകൽക്കാലം ആമേൻ സകല പുകഴ്ചയും മഹത്വവും ആരാധനയും ദൈവത്തിന് അർപ്പിച്ചായിരിക്കാം. This morning let us submit all our praise and worship to our only God. നമ്മുടെ വാത്സല്യ സഹോദരൻ പാസ്റ്റർ ജെയിംസ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. You also heard brother James here this morning. കർത്താവ് പ്രിയ കർത്തൃദാസനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless him also. ദൈവം കൊടുക്കുന്നതായ ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിക്കുവാനുള്ള അഭിഷേകത്തിന്റെ പുഷ്ടി ഈ നാളുകളിൽ ദൈവം തന്റെ ജനത്തിന് മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. I pray that God will pour out his anointing on his people so that they will be able to do all the ministry that they are entrusted with. ആമേൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. In Matthew chapter 22 verse 6 we read like this. അവൻ ഇവിടെയില്ല. He is not here. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He has risen as he said. അവൻ ഇവിടെയില്ല. He is not here. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. For he is risen as he said. ഉയർപ്പിന്റെ ശക്തി, the power of resurrection. നമുക്കറിയാം ഇന്ന് ലോകം മുഴുവനുമുള്ളതായ ക്രൈസ്തവ ജനത ആഗോള വ്യാപകമായി ഈ 24 മണിക്കൂറിനകത്ത് ആമേൻ ഉയർപ്പിനെ ആഘോഷിക്കുകയാണ്. We all know that worldwide the Christian community is celebrating the resurrection of Jesus. Praise God. ഇന്ന് പകൽക്കാലം നാം ആമേൻ ആണ്ടിൽ ഒരു പ്രാവശ്യം ഈ ഉയർപ്പിന്റെ ശക്തിയെ ആഘോഷിക്കുന്നവരായിട്ട് മാത്രമല്ല, but we are not the kind of people who will be celebrating this power of resurrection once a year only. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഉയർപ്പിന്റെ ശക്തിയെ ആഘോഷിക്കലാണ്. Our Christian life itself is a celebration of that resurrection power. Praise God. അനേകർക്കും ക്രിസ്തീയ മാർഗം ഒരു മതമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, at a time when Christianity is considered just as a religion, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന് ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്, പിതാവായ ദൈവത്തിങ്കലേക്കുള്ളതായ ഏകമാർഗം. But this is for us who are redeemed. This is not just a religion. It's a way of life to reach heaven. യേശുവിന്റെ മരണത്തിനു ശേഷം അഥവാ അടക്കത്തിനു ശേഷമായിട്ട്, after Jesus was buried, അവൻ യേശുവിനെ കാണുവാനായി കടന്നു വന്ന സഹോദരിമാരോട് ദൂതൻ സംസാരിക്കുന്ന വാക്കുകളാണിത്. And these are the words that the angels spoke to the ladies who came to see Jesus. ഇന്നലെ സന്ധ്യയിലും ഇതുമായി ബന്ധപ്പെട്ട കർത്താവിന്റെ ദാസൻ ഡാർവിൻ സംസാരിക്കുവാൻ തക്കവണ്ണമിടയായി. Yesterday evening also Pastor Darwin he spoke regarding this. Praise God. ഇന്ന് പകൽക്കാലം ഈ ഉയർപ്പിൻ ശക്തിയെ നാം മനസ്സിലാക്കുവാൻ ഇടയാകണം. This morning we should know the power of resurrection. Praise God. മരണം എന്ന് പറഞ്ഞാൽ അത് നിശ്ചലമാക്കപ്പെടുകയാണ്. Death means it makes you stand still. ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ. Listen carefully this morning. ആമേൻ. മരണം സകലത്തെയും നിശ്ചലമാക്കുന്നു. Death makes everything still. ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ എല്ലാം നിഷ്പ്രഭമാക്കി തീർക്കുന്നതാണ് മരണം.
Death is something that makes everything still that was moving once. എത്ര ശക്തിമാനായ മനുഷ്യനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈകാലുകൾ അനങ്ങില്ല. No matter how strong you are, once you are dead, your body will not move. പക്ഷെ ജീവനുള്ളപ്പോൾ അവൻ ചലിച്ചുകൊണ്ടേയിരിക്കും. But when he has life, he will be moving. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം. This morning, let me call out like this. ആമേൻ. ഒരിക്കലായി എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവൻ, അവൻ മരിച്ച് അവിടെ കിടക്കുന്നവനല്ല. ആമേൻ. ഇവിടെ വായിക്കുന്നത് പോലെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ദൂതൻ ഘോഷിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റവനാണ്. The one who died for our sins, he is not dead anymore. He has risen as the angel said he has risen. ആ ഉയർപ്പിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് I സ്തോത്രം thank കരേറ്റുന്നു. God for those people who experience that power of resurrection. ആമേൻ. അതുമായി ബന്ധപ്പെട്ട് ആരംഭത്തിൽ ഇങ്ങനെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. In the beginning, I want to say like this about that. ഈ ഉയർപ്പിന്റെ ശക്തി നിന്നിൽ വ്യാപരിച്ചാൽ, When the power of resurrection comes upon you, അത് നമ്മുടെ ഭവനങ്ങളിൽ വ്യാപരിച്ചാൽ, if it comes upon your families, അത് നമ്മുടെ സഭയിൽ വ്യാപരിച്ചാൽ, and if it comes in our church, നിശ്ചലമാക്കുന്ന സകലതും ജീവനായി തീരും. everything that is dead will start moving. ആമേൻ. ശത്രു നിന്നെ നോക്കി പറയും നിശ്ചലമായി. Enemy will say you are dead. എന്റെ ചിന്തകൾ ഇങ്ങനെ കടന്നുപോയി. And my thoughts went like this. യേശുവിനെ അടക്കം ചെയ്തു. Jesus was buried. ആമേൻ. ശിഷ്യന്മാർ ആശങ്കയിലായി. And the disciples were bewildered. ആമേൻ. ഒരുപക്ഷെ മറ്റുള്ളവർ അവരോട് സംസാരിച്ചിട്ടുണ്ടാകും. Maybe other people might have talked to the disciples. എല്ലാം അവസാനിച്ചു. Everything is done. നിന്റെ ഗുരു ഇനി ഇല്ല. Your master is no more. ഇനി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ ആരുമില്ല. And then now there is no one who will be able to feed ഇനി- 5,000 with 5 loaves of bread. ഇനി കുരുടന് കാഴ്ച കൊടുക്കാൻ Now ആളില്ല. there is no one to give sight to the blind. ആമേൻ. ഇനി സൗഖ്യമാക്കുവാൻ ആരുമില്ല. Now there is nobody to heal. കണ്ടില്ലേ എല്ലാം അവസാനിച്ചത്. Now look, everything is dead. കണ്ടില്ലേ Ended. എല്ലാം നിശ്ചലമായത്. Look, everything is dead. പക്ഷേ 3-ാമത്തെ ദിവസം അത് സംഭവിച്ചു. But do you know what happened on the third day? ആമേൻ. അവരുടെ എല്ലാം സംസാരങ്ങളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഒരുത്തൻ ജീവനുള്ളവനായി മാറി. Now here he became alive. ഇന്ന് പകൽക്കാലം അവൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്. And he is talking to us. ആമേൻ. പലതിനെയും നോക്കി ലോകം നിശ്ചലമായി എന്ന് നിന്നോട് പറയുമ്പോൾ, When the world tells you that you are dead and gone, എന്റെ അവസാനം എന്ന് പലതിനെ കുറിച്ചും പറയുമ്പോൾ, and when the world says that it's done, the end is here, അതൊന്നും നിശ്ചലമല്ല. it's not dead. ഉയർപ്പിന്റെ ശക്തി അവിടെ വ്യാപരിച്ചാൽ, When the power of resurrection comes there, അത് ജീവൻ പ്രാപിപ്പാനിടയാകും. then that will become alive. Praise God. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആമേൻ ദൂതൻ ഘോഷിക്കുമ്പോൾ, When the angel says that he is not here, he is risen, ആമേൻ ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. it will be better that if we will think how this happened. അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ് യേശുവിന് സാധ്യമായത്, And how this resurrection power came upon Jesus. അത് നാമും അറിയണം. We should know also that. അത് നാം അറിഞ്ഞാൽ, And once we know that, ഇതുപോലെ നിശ്ചലമായി തീർന്ന പലതും നമ്മിലും ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. everything that makes us to stand still will become alive. Praise God. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖന കർത്താവ് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുവാനിടയായി. And so the book of Ephesians chapter 1 says like this. അതിന്റെ 19-20 വാക്യങ്ങളിലാണ്. Chapter 1 verse 19 and 20. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. And in his incomparably great power for us who believe, that power the same, the mighty strength he exerted when he raised Christ from the dead and seated him in his right hand in the heavenly realms. 20-ാം വാക്യം പറയുകയാണ്, And verse 20 says, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. and it says that it came to Christ also. മരിച്ചവരുടെ ഇടയിൽ നിന്നും അവനെ ഉയർപ്പിച്ചു. And so he raised Christ from the dead. ശ്രദ്ധിച്ചു കേൾക്കുക. So listen carefully. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, Paul the apostle says, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. and it says that the mighty strength came upon Jesus also. അവന്റെ വ്യാപാരം അവനെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. That mighty strength exerted him when he raised Jesus from the dead. അത് സംസാരിക്കുമ്പോൾ And when we say about that, അപ്പോസ്തലൻ പറയുകയാണ്, Paul says, ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ശക്തിയാണ് the same power that raised Jesus, നിങ്ങളിലും വ്യാപരിക്കുന്നത്. it is in you too. അതാണ് ഉയർപ്പിന്റെ ശക്തി. And that's the power of resurrection. ഇത് പകൽക്കാലം നിങ്ങളൊന്ന് അതിനെ ആ വചനത്തെ അതിന്റെ ആഴത്തിൽ ഒന്ന് ഗ്രഹിക്കണം. Now you must understand that verse.
ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ അളവറ്റ ശക്തി, His incomparable great power for us who believe. ഈ അളവറ്റ ശക്തി, This mighty awesome power, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ ദിവസം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. it raised up Jesus on the third day. Praise the Lord. ഈ ശക്തി എവിടെ ഉണ്ടെന്ന് അറിയാമോ? You know where this strength is now? നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. It is in all of us. Hallelujah. Praise the Lord. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you can believe ക്രിസ്തുവിനെ that? മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ശക്തിയാണ് എന്നിൽ വ്യാപരിക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന, അത് അനുഭവിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന് സ്തോത്രം I പറയുകയാണ്. thank God for those people who believe that the same power that raised Jesus is in me also. ഈ പൗലോസിലേക്ക് ഞാനൊന്ന് ഇറങ്ങിച്ചെന്നു. So I went deep into Paul. പൗലോസ് ഈ ശക്തി അനുഭവിച്ച മനുഷ്യനാണ്. Because Paul, he experienced the same power. പക്ഷേ പൗലോസിന്റെ ജീവിതം ഒന്ന് നോക്കണം. But look at the life of Paul. പൗലോസ് പറയുകയാണ്, Paul is saying, ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, Philippians chapter 3 verse 10, Paul says like this, അവൻ എനിക്ക് അവനെ അറിയണം, I want to know him. Praise God. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. Yes, to know the power of his resurrection and participation in his sufferings, becoming like him in his death. ശ്രദ്ധിച്ചു കേൾക്കുക. Listen carefully. അവൻ ഒരു മനുഷ്യൻ ഈ ക്രിസ്തുവിനെ അനുഭവിച്ച, അവന്റെ ശക്തി അനുഭവിച്ച മനുഷ്യൻ പറയുകയാ, This man who experienced the power of Christ, he is saying now, എനിക്ക് അവനെ അറിയണം. I want to know Christ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? You know what that means? എനിക്ക് അവനെ കുറിച്ചുള്ള അറിവ് പോരാ. This is the knowledge that I have about him is not enough. അവന്റെ ദാഹത്തെ, അവന്റെ തെസ്റ്റിനെ അവൻ റിവീൽ ചെയ്യുകയാണ്. It shows his thirst. എനിക്ക് അവനെ അറിഞ്ഞത് പോരാ. I want to know him more. അതിന്റെ അർത്ഥം എന്താ? What does that mean? I'm not at all satisfied. ഞാൻ സംതൃപ്തനല്ല. നമ്മളൊക്കെ ഇന്ന് പലരും സംതൃപ്തരായിട്ടിരിക്കുകയല്ലേ? Most of us say that we are satisfied. വർഷങ്ങളുടെ കണക്ക് പറഞ്ഞാൽ നമ്മൾ സംതൃപ്തി പറയുന്നത്. We talk about the years that we had spent with God and we say we are satisfied. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി ചൂടടയാളം ശരീരത്തിൽ വഹിച്ച അപ്പോസ്തലൻ പറയുക, ഞാൻ ഇപ്പോഴും തൃപ്തനല്ല. But the apostle who suffered a lot in his body, he is saying, I am not satisfied. അവനെ അറിയും തോറും അവനെ അറിയാനുള്ള വാഞ്ച The more കൂടിക്കൊണ്ടിരിക്കുകയാണ്. I know him, the more I want to know him. എന്നിട്ട് പറയുന്നു, എനിക്കിനി അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അനുഭവിക്കണം. And now he says, I want to experience the power of that അവന്റെ resurrection. മരണത്തോട് അനുരൂപമായിട്ട് That I will be like in his death. എനിക്ക് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അനുഭവിക്കണം. And know the power of his resurrection. എനിക്കിനിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ട്. I want to participate in his sufferings. Praise God. ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയിലൂടെ പോയ മനുഷ്യൻ, This is a man who went through a lot of sufferings and persecution in his life. അവൻ പറയുക, ഈ ശക്തിയെ ഇനിയും 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 അറിയാനാണ് എന്റെ ആഗ്രഹം. And that man says, I want to know more about this power. ആമേൻ. പൗലോസിന്റെ പ്രാഥമികമായ ആഗ്രഹമാണത്. That was the primary desire of Paul. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റെന്തിനെക്കാട്ടിലും ഏറ്റവും വലുതായി അവൻ ആഗ്രഹിക്കുകയാണ് ഈ റിസറക്ഷൻ പവറിനെ, ഈ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അവനിലൊന്ന് അനുഭവിക്കണം. More than anything else, what Paul wanted was the power of that resurrection. He wanted to experience that. എന്താ അതിന് കാരണമെന്നറിയാമോ? You know what's the reason behind that? ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ഒരു ലക്ഷ്യമുണ്ട്. There was a purpose behind the resurrection of Christ. ആ പുനരുദ്ധാനത്തിലൂടെ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. And through that resurrection, there's a power that is coming to us. ആമേൻ. ആ
അതിനെ തിരിച്ചറിയുവാൻ തുടങ്ങിയപ്പോൾ, and once he started realizing that, പൗലോസിന് വേറൊന്നും തൃപ്തിയല്ല. now Paul is not satisfied with anything else. Praise God. ആമേൻ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? You know what the reason behind that? തനിക്കൊരു കാര്യം മനസ്സിലായി. He understood one thing. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, In order to have a successful, victorious Christian life, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച പഠനം കൊണ്ട് സാധിക്കത്തില്ല. whatever he learned from Gamaliel is not enough. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, If we have to lead a victorious Christian life, ആമേൻ, എന്റെ പഠനങ്ങളോ എന്റെ കഴിവുകളോ എന്റെ പ്രശസ്തികളോ സാധ്യമല്ല. my knowledge, my fame, none of these things will help me. ആമേൻ. ഈ ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതിന്റെ ലക്ഷ്യത്തെയും ആ പുനരുത്ഥാനത്തിലൂടെ Hallelujah. എന്നിലേക്ക് വ്യാപരിക്കുന്ന ശക്തിയെയും ഞാൻ ആഴത്തിൽ അനുഭവിച്ചറിയുന്നത് മാത്രമാണ് എന്നെ ജയാളിയാക്കി തീർക്കുന്നത്. What will make me victorious is not the knowledge that I have amassed over the years, but the power of resurrection that I am going to experience. ആമേൻ. Praise God. നിങ്ങൾ ആ പൗലോസിന്റെ ഷൂസയിലോട്ടൊന്ന് കയറി നിന്നേ. You put yourself in the shoes of Paul, എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. and then you start thinking, എത്ര വലിയ അത്ഭുതങ്ങളാണ് അവനിലൂടെ നടക്കുന്നത്. how many miracles God did through Paul. ക്രിസ്തുവിന് വേണ്ടി അവൻ എത്ര അധ്വാനിച്ച മനുഷ്യനാണ്. How much he labored for Christ. ആ മനുഷ്യനാ ഇത് പറയുന്നത്. That man is saying this. ഞാൻ തൃപ്തനല്ലെന്ന്. I am not satisfied. Praise God. നമ്മളൊക്കെ ഒരു ഞായറാഴ്ച ആരാധന കൊണ്ട് പലപ്പോഴും തൃപ്തിപ്പെടും. Most of us, we are satisfied with Sunday's worship. പക്ഷേ ഇന്ന് പകൽക്കാലം ഓർക്കണം, But this morning, think about this. ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ, If your Christian life has to be victorious, ദിവസം തോറും Every day. അവനെ അനുഭവിച്ചാലേ every സാധ്യമാകത്തുള്ളൂ. day you should be able to experience him. ആമേൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് Christian life itself is അമൂർത്തമായ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു മതമല്ല, ഒരു മാർഗമല്ല. it is not a religion based on certain principles. ഈ മാർഗം എന്ന് പറയുന്നത് ജീവനുള്ള രക്ഷകനുമായുള്ള ബന്ധമാണ്. It is a way where you have a relationship with your Redeemer. നമുക്കറിയാൻ കഴിയുന്ന ഒരു രക്ഷകൻ, A Redeemer that whom we know. അവൻ നമ്മിലേക്ക് ജീവൻ പകരുന്ന, The one who pours life into us. നമ്മെ ശക്തിപ്പെടുത്തുന്ന, The one who strengthens us. അവൻ നമ്മെ അവന്റെ സാദൃശ്യത്തിലേക്ക് ദിവസം തോറും അവൻ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷകൻ. The Redeemer who is making us to have his mind. അവനുമായുള്ള ബന്ധത്തിന്റെ ആഴമാണ് ഒരുവനെ ഈ ഉയർപ്പിന്റെ ശക്തിയിൽ നിറഞ്ഞ് ആമേൻ നമ്മുടെ മർത്യ ശരീരത്തിന്റെ ആമേൻ ജീവന് വേണ്ടി ആമേൻ അല്ലെങ്കിൽ ഉയർപ്പിനു വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, If that is the power that is making us to resurrect our body, ഈ ഉയർപ്പിന്റെ ശക്തി കേവലം നമ്മിൽ വ്യാപരിക്കുന്നത് ആമേൻ ഒരു ദിവസത്തേക്കല്ല എന്ന കാര്യം ദൈവത്തിന്റെ ജനം ഓർക്കണം. we must remember that it's not just for one day that this power will be in us. ഞാൻ ഈ തിരുവചനത്തിലുടനീളം ഇങ്ങനെ പരിധി നോക്കുവാനിടയായി. When I thumbed through the scriptures, ഈ ഉയർപ്പിന്റെ ശക്തി ഒരുവനിൽ വ്യാപരിച്ചാൽ എന്തെല്ലാം സംഭവിപ്പാൻ if സാധ്യതയുണ്ട്. the power of resurrection comes upon a person, what kind of changes will happen in him? ആമേൻ. എനിക്കൊരു കാര്യം മനസ്സിലായി. Then I understood one thing. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ, If you say that I want to lead a victorious Christian life, that ആമേൻ, means എന്റെയും നിങ്ങളുടെയും നന്മകളെയും എന്റെയും നിങ്ങളുടെയും ആമേൻ ആത്മീക ജീവിതത്തെയും ആമേൻ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ നിന്ന് ആമേൻ പോരാടുന്ന അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. there are powerful unseen forces who are fighting against our spiritual life. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ മനസ്സിലാക്കണമേ. You must understand this. എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തെ പരാജയപ്പെടുത്താൻ, To defeat our Christian life, നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് ആമേൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, so that he can destroy our spiritual life, പരാജയപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാക്കി so തീർക്കാൻ, that we will become a defeated Christian. അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് പോരാടുന്ന അന്ധകാര ശക്തികളുണ്ട്. The evil forces are fighting from the unseen realm, unseen world. ആ അന്ധകാര ശക്തികളെ
ജയിക്കുവാൻ കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ ശക്തിയിൽ, ഈ ഉയർപ്പിന്റെ ശക്തിയിൽ നിറഞ്ഞുള്ള ഒരു ജീവിതമാണ്. And if you want to succeed over these forces, you must have this power of resurrection. Praise God. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിഞ്ഞു. When I studied about this, I found this. Praise God. ആമേൻ. സകല അന്ധകാര ശക്തികളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് പരാജയപ്പെടുത്തിയ യേശു കർത്താവ്, Jesus Christ, who was able to dismantle the powers of darkness on the cross of Calvary. Praise God. അവനെ അവിടെ പരാജയപ്പെടുത്തിയിട്ട്, And after defeating them, after triumphing over them, ശത്രുവിനെയും അവന്റെ സകല തന്ത്രങ്ങളെയും ചവിട്ടുവാനുള്ളതായ അധികാരത്തെ ദൈവം എനിക്കും നിങ്ങൾക്കും കൈമാറി. And now he has transferred the power over to us so that we can tread over all these demonic forces. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? How many of you can understand these words? അന്ധകാരത്തെയും അവന്റെ ശക്തികളെയും കാൽവരി ക്രൂശിൽ പരാജയപ്പെടുത്തിയിട്ട്, having disarmed the powers and darkness on the cross of Calvary, ആ അധികാരത്തെ സ്ഥാപിച്ചിട്ട്, and after establishing that power, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട the people who are redeemed by his precious blood, ദൈവത്തിന്റെ പൈതലിലേക്ക് to the child of ഈ God, പുനരുദ്ധാനത്തിന്റെ ശക്തിയെ നൽകിയിട്ട് he has given that power of resurrection ഈ to him, അധികാരത്തെ നമുക്ക് കൈമാറി. and he has transferred that power over to us. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? Do you understand that? ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതലും Every single child of God who is ഈ sitting here, ഉയർപ്പിൻ ശക്തിയാലുള്ള അധികാരം പ്രാപിച്ചവരാണ്. you have received that power of resurrection. Praise God. ഈ അധികാരം പ്രാപിച്ച നീ മൗനമായിരിക്കരുത്. And once you have that power, do not be silent. യേശുക്രിസ്തുവുമായുള്ള ബന്ധം നീ വളർത്തിയിട്ട്, And you should grow in the relationship with Christ. ഈ ഉയർപ്പിന്റെ ശക്തിയെ നിന്നിൽ ആമേൻ വ്യാപിപ്പിച്ചിട്ട്, And then when this power comes upon you, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം അറിഞ്ഞിട്ട്, so that you will understand the mighty awesome power that will come upon those who believe. ആ വാക്കുകൾ, ആ അധികാരം നമ്മുടെ നാവിലൂടെ പുറത്തു വരുവാനിടയാകണം. And that power must come out of our tongue. ഞാൻ ഓർമ്മിപ്പിച്ചു, മരണമെന്ന് പറഞ്ഞാൽ സകലത്തെയും നിശ്ചലമാക്കുന്ന I told അനുഭവമാണ്. you, dead means everything is still, everything is ended. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ ശക്തി എന്നിലും നിങ്ങളിലും പകർന്നപ്പോൾ, When Jesus Christ was raised from the dead, and when that power was given to us, ശത്രുവിന്റെ മേൽ കൊണ്ടാടിയ ആ ജയോത്സവം, and the way Jesus triumphed over the powers of darkness, ആ അധികാരം നമ്മിൽ കൈമാറിയിട്ട് ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? after transferring that power to us, you know what God is telling us? നിന്റെ ക്രിസ്തീയ ജീവിതത്തെ നിശ്ചലമാക്കുന്ന, The powers that is making a Christian life a standstill, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നിശ്ചലമാക്കുന്ന, the one that is making your Christian spiritual life നിങ്ങൾ standstill, പ്രാപിക്കേണ്ട ദൈവിക വാഗ്ദത്തങ്ങളെ നിശ്ചലമാക്കുന്ന, so that you will not receive the promises of God. സാത്താന്യ ശക്തികളെ ജയിക്കാനുള്ള അധികാരമാണ് You നിങ്ങൾക്ക് have the തന്നിരിക്കുന്നത്. power to defeat these powers. Praise the Lord. ഇതറിയാമെങ്കിലും ഇന്ന് നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കുകയാണ്. Even though we know about this, we are not using it. ഇന്ന് പകൽക്കാലം നിങ്ങൾ അത് ഉപയോഗിക്കണം. This morning start using it. ഈ ആരാധനയുടെ നടുവിൽ ഞാൻ ഇത് വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? You know why I am calling this out in the midst of this നിങ്ങൾ worship? നിങ്ങളായി തന്നെ പലതിനും വിധി എഴുതി മാറ്റിവെച്ചിട്ടുണ്ട്. You yourself might have judged and you have set aside certain things. ആമേൻ. അവയുടെ മേൽ ഇന്ന് പകൽക്കാലമുള്ള വിധി എഴുത്തുകൾ മാറണം. And this morning that judgment should be rewritten. നിങ്ങൾ നടത്തിയ വിധി എഴുത്തുകൾ, The judgment that you made, ആമേൻ, അത് നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ and നന്മകളെ. that makes your life stand still. പക്ഷേ ഇത് ഉയർപ്പിന്റെ ശക്തിയാണ്. But it's the power of ഈ resurrection. ശക്തി വ്യാപരിക്കുന്നിടത്ത് മറ്റൊരു ശക്തിക്കും ആമേൻ അതിനെ ജയിപ്പാൻ കഴിയത്തില്ല. When that power comes upon us, no other power will be able to defeat us. ഈ ശക്തി അറിയുന്നത് അന്ധകാരത്തിന്റെ ശക്തികൾക്ക് മേൽ നമുക്ക് ശരിയായ അധികാരം പ്രയോഗിപ്പാൻ നമുക്ക് കൃപ നൽകുന്നു. And once we have this power, we will be able to exert all this power upon the demonic forces. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. And there's another side for this. റോമാലേഖനം 12-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, When we come to the book of Romans chapter 12 verse 21, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. there we read like this, തിന്മയോട് തോൽക്കാതെ that you should not lose to a നന്മയാൽ തിന്മയെ ജയിക്കുക. yes,
തിന്മയോട് തോൽക്കാതെ do not overcome by evil, നന്മയാൽ തിന്മയെ ജയിക്കുക. but overcome evil with good. Praise God. ഒത്തിരി തിന്മകൾ നമുക്കെതിരെ ഉയർന്നാലും Even though a lot of evil things may come up against us, ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കണം. എത്ര തിന്മകൾ no ഉയർന്നാലും matter how much evil may come against us, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ or the child of God who has that power of അവൻ resurrection in him, നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്നവനായി will മാറണം. be able to overcome evil with good. ആമേൻ. അതിന് ഇപ്രകാരം വായിക്കുന്നുണ്ട്. We read like this ആമേൻ. ആമേൻ. അതിന് മുകളിലുള്ള വാക്യങ്ങളിലാണ് in the verses above that, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ that you should not avenge by doing evil, സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി that you should do things that is good. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും ആവോളം നിങ്ങളാൽ ആവോളം സമാധാനമായിരിപ്പീൻ. Be peaceful with everybody around you. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ Do not repay on yourself. ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. You give the Lord to fight with that. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് തിന്മയോട് നീ തോറ്റുപോകരുത്. After saying all these things, Paul is saying, അപ്പോൾ do not be overcome by evil. ഈ ഉയർപ്പിന്റെ ശക്തി തിന്മകളെ ജയിപ്പാൻ ദൈവത്തിന്റെ പൈതലിനെ പര്യാപ്തമാക്കുന്ന And so ശക്തിയാണ്. the power of resurrection will be able to make you to overcome evil. ശ്രദ്ധിച്ചു കേൾക്കുക. Listen carefully. ആമേൻ. ഈ ആമേൻ ഉയർപ്പിന്റെ ശക്തി അന്ധകാരത്തിന്റെ ശക്തികളെ ജയിപ്പാൻ കൃപ നൽകുന്നു. The power of resurrection will give us the grace to defeat the evil forces. അത് നമുക്കെതിരെ, നമ്മുടെ നന്മകൾക്കെതിരെ, നമ്മുടെ കുടുംബത്തിന്റെ നന്മകൾക്കെതിരെ, തലമുറയുടെ അനുഗ്രഹങ്ങൾക്കെതിരെ ഒക്കെ ഉയരുമ്പോൾ ഈ ആമേൻ ഉയർപ്പിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ ജയിപ്പാൻ കഴിയും. When these evil forces rise up against us, our families, our children, we will be able to defeat them with the power of resurrection that God has given us. രണ്ട്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മകളെ ജയിപ്പാൻ ഈ ശക്തിയാണ് നമ്മെ Not സഹായിക്കുന്നത്. only that, with this power we will be able to overcome evil with good. മൂന്നാമതായിട്ട് ഇത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? You know the third thing that it does? ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. Romans chapter 8 verse 11. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. If the spirit of him who raised Jesus from the dead is living in you, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. he who raised Christ from the dead will also give life to your mortal bodies because of his spirit who Amen. lives in you. Praise God. ഈ വചനം എത്ര പേർക്ക് ഗ്രഹിപ്പാൻ How കഴിയുന്നുണ്ട്? many of you are able to understand these verses? യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ശ്രദ്ധിച്ചു നോക്കിയേ. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് And if the spirit of him who raised Jesus from the dead നിങ്ങളിൽ വസിക്കുന്നുണ്ട്. if it is living in you, അതാണ് അവിടുത്തെ വിഷയം. that is what it says. ഇത് എനിക്ക് വിജിബ്രദറിനോട് ചോദിക്കാൻ പറ്റില്ല. I could ask somebody else this. വിജിബ്രദറിന് എന്നോട് ചോദിക്കാൻ ഒക്കില്ല. I won't be able to ask Pastor that. ആമേൻ. ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട This is ചോദ്യമാണ്. something that I have to ask myself. ഈ ഉയർപ്പ് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? Do I have the spirit of him who raised Jesus from the dead? അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി, And when I ask that question, what's the answer I get? ഈ ആത്മാവ് ഉണ്ടെങ്കിൽ If I have that spirit, നമ്മിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറത്തു വരണം. and then the fruit of that spirit will come out of us. Praise God. അത് പുറത്തു വരുമ്പോൾ അറിയാം And when that comes out, then ഈ we will know ആത്മാവ് നമ്മിൽ ജീവിക്കുന്നു. that this spirit is alive in us. അങ്ങനെ ഈ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ And if that spirit is abiding in us, നമ്മുടെ മർത്യ ശരീരങ്ങൾ ഒരു ദിവസം ജീവിപ്പിക്കപ്പെടും. one day our mortal bodies will be brought to life. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഇനിയും അധികം അധികം അനുഭവിച്ചറിയണം. And that's the reason why Paul said, I want to know him. I want to know the power of his resurrection. കാരണം എന്നെ തകർക്കാൻ, എന്റെ ആത്മീക ജീവിതത്തിന് മേൽ കരുനിഴൽ വ്യാപിപ്പിക്കുവാൻ ആമേൻ വരുന്നതായ തിന്മയുടെ ശക്തികളുണ്ട്. ആ തിന്മയുടെ ശക്തികളെ ജയിക്കാൻ എനിക്കുള്ള ഏക മാർഗമെന്ന് പറയുന്നത് ഈ ഉയർപ്പിന്റെ ശക്തിയാണ്. Because I know that the evil forces are out there to destroy me, and in order to defeat them, I need this power of resurrection. ഈ ഉയർപ്പിന്റെ ശക്തി യേശുവിൽ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു.
And this power of resurrection was in Jesus always. അവന്റെ ഉത്ഭവം പോലും ഈ ശക്തിയാലായിരുന്നു. It is by this power only he was born in this earth. ശ്രദ്ധിച്ചു കേൾക്കണം. Listen carefully. യേശുവിനെ കുറിച്ച് പറയുന്നു, When you talk about Jesus, അവന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാലായിരുന്നു. even his birth was by this spirit. ആമേൻ. മറിയയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിഴലിട്ടപ്പോൾ അവൻ Yes, when ഉൽപ്പാദിതനായി. the power of the Holy Spirit came upon Mary. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കും അളവിൽ In the time when he started his public ministry, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ when he was baptized by John, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വന്നു. and the Holy Spirit came upon him like a dove. Praise God. വീണ്ടും നാം തിരുവചനത്തിൽ വായിക്കുന്നു, Again we read in the Bible, മരുഭൂമിയിലെ 40 ദിവസത്തെ ആ പരീക്ഷ തികച്ച ശേഷം മടങ്ങി വരുമ്പോൾ after finishing the fasting for 40 days when he returned, ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു. and again the power of the Spirit came upon him. Praise the Lord. തന്നെ ക്രൂശിച്ചവരുടെ ആമേൻ, താൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ As he was crucified, as he was lying on that cross, ഇവർ ചെയ്യുന്നത് Oh, എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ യേശുവിനെ പര്യാപ്തമാക്കിയത് എന്താണെന്നറിയാമോ? You know ഈ what- ആത്മാവിന്റെ സാന്നിധ്യമാണ്. you know what made Jesus to say, Lord, forgive them for they do not know what they are doing? It was because of this spirit that was in him. ആമേൻ. ഈ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ And when this power is in us, ആ forgiveness നമ്മിലും വ്യാപരിക്കും. that forgiveness will be in us too. ക്ഷമിക്കാൻ നമുക്ക് കഴിയും. Then we will be able to forgive. പൊറുക്കാൻ നമുക്ക് കഴിയും. We will be able to forgive. Praise God. ആമേൻ. ദൈവമക്കളെ, ആമേൻ. ആരാധനയിൽ കരങ്ങളടിക്കുന്നതല്ല ഉയർപ്പിന്റെ ശക്തി. The power of resurrection is not just clapping our hands in worship. ആമേൻ. നമ്മൾ പറയുന്ന അന്യഭാഷകൾ മാത്രമല്ല ഉയർപ്പിന്റെ ശക്തി. And not just speaking in tongues is that power. അതൊക്കെ അതിന്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങളാണ്. And that might be the outward exhibitions. എന്നാൽ അതിനെ കവിയുന്നതാണ് ഒരു ദൈവത്തിന്റെ വൈതലിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. But the power of God gives us that love. ആമേൻ. അത് നമ്മിൽ കൊണ്ടുവരുന്നത് ഈ ഉയർപ്പിന്റെ ശക്തിയാണ്. And that love is brought to us by this power of resurrection. അതുകൊണ്ട് നമ്മോട് തന്നെ ചോദിക്കാം, So ask ourselves, ഈ ഉയർപ്പിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നു. do I have this power of resurrection in me? ആമേൻ. ഈ ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചാൽ, And if you have that power of resurrection in you, എവിടെയാണോ അന്ധകാരം നിന്റെ മേൽ പിടിമുറുക്കുവാൻ ശ്രമിക്കുന്നത്, wherever the powers of darkness comes into your life, ആമേൻ, നിന്റെ കുടുംബത്തിനകത്ത് അവൻ കരം നീട്ടുവാൻ തുടങ്ങുമ്പോൾ, and when that powers of darkness extends its hands to our ഈ families, ഉയർപ്പിന്റെ ശക്തി കൊണ്ട് നിനക്കതിനെ ജയിപ്പാൻ കഴിയും. you will be able to defeat it by the power of this resurrection that is in you. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. And we all stand up in the presence of God. ആമേൻ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് Let's submit സമർപ്പിക്കാം. ourselves into God's ഈ hands. ഉയർപ്പിന്റെ ശക്തിക്ക് വലിയത് ചിലത് ചെയ്യുവാനുണ്ട്. This power of resurrection has something mighty awesome to do. നിശ്ചലമായി എന്ന് നീ പറയുന്നിടത്ത്, Wherever you say everything is dead, ജീവനില്ല എന്ന് നീ പറയുന്നിടത്ത്, when you say it is lifeless, ജീവൻ പകരപ്പെടേണ്ടതായുണ്ട്. and God will pour out life into that. അത് നിന്റെ അവയവങ്ങളോട് പോരാടുമ്പോൾ And when that is fighting against your organs, നിനക്ക് പറയുവാൻ കഴിയും, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. then you should be able to say, let the power of resurrection come upon me. അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തി അത്ര വലുതാണ്. Because that power is mighty awesome. മൃഗമന ശകമന മൗഢ്യം.